ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആമിഫൈഡ് കസ്റ്റംസിൽ വന്നപ്പം അവർക്ക് വേണ്ടി സ്പെഷ്യലി ബിൽഡ് ചെയ്ത ഒരു ജിപ്സി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഒരു ചെറിയ റിവ്യൂ ആയിട്ട് ആ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, പിന്നെ ആ വണ്ടി മൊത്തത്തൊന്ന് വാക്കറൗണ്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. എന്നിട്ട് നമുക്ക് ആ വണ്ടി ഒന്ന് കാണാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. നമ്മുടെ ആമിഫൈഡും അതുപോലെ ശ്രുതിയും ഓട്ടോ ഗ്യാരേജും കൂടി ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് ഇത്. കൊപ്പ മോട്ടോർ സ്പോർട്സ് ക്ലബ്ബ് അതിന് കൊടുത്തിരിക്കുന്നത്. മലനാട് കൊപ്പയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകും. ചിലപ്പോൾ അവർ ഓൺ ട്രാക്ക് ഓടിക്കുന്ന വണ്ടിയോ മറ്റായിരിക്കണം. ഇപ്പോൾ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ്, പക്ഷേ ഇപ്പോൾ ആൾ പുലിയാണ്. 1.6 ലിറ്റർ ബെലനോൻ്റെ എഞ്ചിൻ കയറ്റിയൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ ഫ്രണ്ട് ഓഫ് റോഡ് ബമ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഫോഴ്സിൻ്റെ 2 അഡീഷണൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പവറാണ് ഈ 2 ലൈറ്റിന്. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഹെഡ് ലാമ്പ് LED ചെയ്തിരിക്കുന്നത്. അതും നല്ല അടിപൊളി ലുക്കാണ് ചെയ്തിട്ട്. പിന്നെ ദൂരത്ത് വരുമ്പോൾ നമ്മുടെ റീല് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി ലുക്കാണ് ഹെഡ്ലൈറ്റിന്. അതുപോലെ തന്നെ 2 ഫ്ലാഷർ ലൈറ്റുകൾ നമ്മുടെ വിൻഷീൽഡിൻ്റെ മേലെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാർ ലൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഒരു നല്ല ലുക്കാണ്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഒരു വൈറ്റൊക്കെ ചെയ്തിട്ട് ഒരു ഡിഫറൻ്റ് ആയ ലുക്കാണ്. നമ്മൾ ദൂരത്ത് നിന്ന് തന്നെ പെട്ടെന്ന് ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഗ്രില്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വണ്ടിക്ക്. പിന്നെ മാക്സിസിൻ്റെ ബിഗ് ഹോൺ MT ടയറും അതുപോലെ തന്നെ ഓഫ് റോഡ് റിംസും. ഓഫ് റോഡ് റിമ്മിന് അവർ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് പഴക്കമുണ്ട് വണ്ടിക്ക്. വണ്ടി അത്യാവശ്യം നല്ലോണം ഓടിയ വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി ഓടിച്ചതിന് ശേഷമാണ് നമ്മൾ രാഗേന്ദ്രൻ്റെ വണ്ടിക്ക് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു കാണുന്നതാണ് ആമിഫൈഡിൻ്റെ കസ്റ്റം ഷോക്കറാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ലീഫ് സെറ്റ് ഇത് കുറച്ച് പഴക്കമുണ്ട്. ഇതിൻ്റെ പുതിയ മോഡൽ ലീഫാണ് നമ്മുടെ രാഗേന്ദ്രൻ്റെ വണ്ടിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ ഇതിന് റോക്ക് സ്ലൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റോക്ക് സ്ലൈഡർ ആക്ച്വലി നമ്മൾ കാണുന്ന നമ്മുടെ ഷാസിയിൽ നിന്നും വെൽഡ് ചെയ്തിട്ടുള്ള ഒരു റോക്ക് സ്ലൈഡർ അല്ല, നമ്മുടെ ബോഡിയിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് അകത്ത് സ്ക്രൂ ചെയ്തിട്ടുള്ളൊരു റോക്ക് സ്ലൈഡറാണ്. വലിയൊരു ഉപകാരമായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം പെട്ടെന്ന് അതിൻ്റെ മേലേക്ക് കാലെടുത്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒരു സ്റ്റൈലും അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡ് ഇമ്പാക്റ്റ് ഒന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ റോക്ക് സ്ലൈഡർ ഓക്കെയാണ്. പിന്നെ നമ്മുടെ ആമിഫൈഡിൻ്റെ കസ്റ്റമായിട്ടുള്ള ആ പടുത തന്നെയാണ് ഈ വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള അതേ സെയിം ഹുഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ടയർ കാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ആമിഫൈഡിൻ്റെ ഒരു പഴയ മോഡലാണ്. ആമിഫൈഡും പ്രാഡൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു പഴയ മോഡൽ റിയർ ടയർ കാരിയറാണ്. ഇത് നമ്മൾ സാധാരണ പോലെ ഒരു ഓപ്ഷനല്ല. നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് തട്ടി മാറ്റിയതിന് ശേഷം ഇത് ആക്ച്വലി ഫസ്റ്റ് ഈ കാണുന്ന ഈ ഒരു പോർഷൻ നമ്മൾ മാറ്റണം. അതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ 2 സെറ്റായിട്ടാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം ഇത് ഇറങ്ങിയ സമയത്ത് നല്ല ലുക്ക് ആൻഡ് ഫിനിഷും ആളുകൾ കുറേ പേര് വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പം പുതിയ മോഡൽ വന്നതിന് ശേഷം ഇത് ഔട്ട്ഡേറ്റഡ് ആയി ഈ ഒരു ഐറ്റം. നമ്മളിപ്പോൾ രാഗേന്ദ്രൻ്റെ വണ്ടിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നമുക്ക് ഇങ്ങനൊരു ഐറ്റം ഇല്ല. ഈ കാണുന്ന ടയർ കാരിയർ നമ്മുടെ ഡോറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ടയർ കാരിയറും ഡോറും ഒരുമിച്ച് ഓപ്പൺ ആവും. ഇതൊരു പഴയ മോഡലാണ്. പിന്നെ വണ്ടിയുടെ ആകുമെന്ന് അത്ര ഒരു വൃത്തിയായ കണ്ടീഷനിലല്ല ഉള്ളത്. കാരണം ഇത് ഓൾറെഡി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ ബാക്കിലൊരു സബ്ബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആമിഫൈഡിൻ്റെ എല്ലാ വണ്ടിക്കും ആ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ, സബ്ബും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഓപ്പണിങ് ഇത് നമ്മുടെ ജിപ്സിയിൽ കണ്ട അതേ ഒരു മോഡലാണ് കേട്ടോ. ഈ സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. 2 സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല വായു സഞ്ചാരം ഉണ്ടാവും. നമുക്ക് ഇപ്പം വെയിലത്ത് പോകുകയാണെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് വണ്ടി ഇരിക്കുന്നവർക്ക് തോന്നില്ല. പിന്നെ ഒരു ജിപ്സി ലുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 സൈഡ് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഒരു എടുപ്പ് കിട്ടുക അല്ലേ വണ്ടിക്ക്. അതെ റൈറ്റ്. ഒരു ഓപ്പൺ ജീപ്പിലൊക്കെ പോകുന്നൊരു ഫീൽ നമുക്ക് ഈ ഒരു വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഓടിച്ച് നോക്കി. ഏകദേശം നമ്മളൊരു 5 കിലോമീറ്ററോളം നമ്മൾ ഈ വണ്ടി ഓടിച്ച് നോക്കി. വണ്ടി അടിപൊളിയാണ്. സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു ഇവരുടെ കസ്റ്റം സസ്പെൻഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് സസ്പെൻഷനിൽ നിന്നും വളരെ വേറിട്ടൊരു സാധനമാണ് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. വണ്ടി കൊള്ളാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷമാണ് നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കാഴ്ചകൾ. ഇതുപോലത്തെ വണ്ടികൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമിഫൈഡിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആമിഫൈഡും ശ്രുതി ഓട്ടോ ഗ്യാരേജും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള ഓഫ് റോഡ് വണ്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ രാഗേന്ദ്രൻ്റെ വണ്ടിക്ക് എന്തൊക്കെ ചെയ്തെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ ബട്ടണിലും പിൻ ചെയ്യാം. അപ്പം അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രമിത് സൈനിങ് ഓഫ്. ബൈ.